മകൾ കലവൂർ രവികുമാർ എഴുതിയ കഥ. ഹോട്ടലിൽ നിന്നിറങ്ങി അയാൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നീ കുട്ടികളുമായി ആ പെറ്റ് ഷോപ്പിന് മുന്നിൽ എത്തിക്കോളൂ, ഞാൻ ഇതാ വന്നു. അഡ്വാൻസ് കിട്ടിയോ ഏട്ടാ എന്ന് ഭാര്യ തിരിച്ചു ചോദിച്ചത് കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഇളയ മകൾക്ക് ഒരു കുഞ്ഞു പട്ടിയെ വേണം, അതാണ് പ്രശ്നം. ഇന്ന് വാങ്ങാനാവുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. പ്രശ്നം തുടങ്ങിയത് അയാളുടെ ഒരു സുഹൃത്തും കുടുംബവും കുറച്ചു ദിവസത്തേക്ക് വിനോദയാത്ര പോയപ്പോൾ അവരുടെ പട്ടിയെ വീട്ടിലാക്കിയപ്പോൾ മുതലാണ്. ടിറ്റുവെന്ന ആ ഉയരം കുറഞ്ഞ ഇനം പട്ടിയുമായി ഇളയ മകൾ ദീപ വല്ലാതെ അടുത്തു. ടിറ്റുവാകട്ടെ അവളുടെ വാലായി നിന്നുകൊടുക്കുകയും ചെയ്തു. അവൾ നടക്കുമ്പോൾ പിന്നാലെ, അവൾ ഇരിക്കുമ്പോൾ കൂടെ, കിടക്കുമ്പോൾ കട്ടിലിനു താഴെ അവളെ നോക്കിക്കൊണ്ടങ്ങനെ. സത്യത്തിൽ 1ാം ക്ലാസ്സുകാരി ദീപയെ നോക്കാനും ദീപയ്ക്ക് വാലാവാനും ആരുമില്ലായിരുന്നു ആ വീട്ടിൽ. ദീപയുടെ ചേച്ചി ദയ 9ാം ക്ലാസ്സിൽ എത്തിയതോടെ പുതിയ തരം കളികളിലും കാഴ്ചകളിലും രസങ്ങളിലുമായിരുന്നു. അവ ദീപയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറത്താണ്. അവരുടെ അമ്മയാവട്ടെ അടുക്കളയിലെ പുകയേക്കാൾ പുകഞ്ഞുകൊണ്ടും വീട്ടുപണികളുടെ ഭാരം കൊണ്ടും കുഞ്ഞുങ്ങളെ അത്രയൊന്നും ശ്രദ്ധിക്കാനാവാതെ വീട്ടിനകത്ത് കിടന്ന് നിരന്തരം ഓടുകയായിരുന്നു. അയാൾ ഈ ലോകമൊന്നും തിരിച്ചറിയാത്ത ഒരപരിചിതനായിരുന്നു വീട്ടിൽ. അതിന് കാരണങ്ങളാണേ ഒരുപാടുണ്ട്. അയാൾ തിരക്കഥ എഴുതിയ സിനിമകൾ പലതും അയാളുടെ അക്ഷരങ്ങളേ ഇല്ലാതെയാണ് പുറത്തു വന്നത്. സംവിധായകർ മുതൽ കൊച്ചു നടന്മാർ വരെ അവ തിരുത്തി എഴുതി. പല സിനിമകളും കനത്ത പരാജയങ്ങളായി. ചിലപ്പോഴൊക്കെ പരിചയക്കാർ അയാളുടെ പിന്നിൽ നിന്ന് പരിഹാസപൂർവം ചിരിച്ചു. അയാളുടെ മാർക്കറ്റും നന്നേ താണ്, അവസരങ്ങൾ കുറഞ്ഞു. അതിനിടയിൽ ഭാര്യയുടെ ആവശ്യങ്ങളോ കുട്ടികളുടെ കുഞ്ഞു വർത്തമാനങ്ങളോ അയാളുടെ ചെവിയിൽ എത്തിയതേയില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവർ തന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെന്ന് പോലും അയാൾ പേടിച്ചു. ആ പേടി മാറ്റാനും അവരെ തിരിച്ചു പിടിക്കാനും അയാൾക്കൊന്നും ചെയ്യാനായതുമില്ല. അങ്ങനെ മൗനം മൺപുറ്റുപോലെ വീടിനകത്ത് വളർന്നുകൊണ്ടിരിക്കെ ടിറ്റു ദീപയെ കട്ടെടുത്തത് സ്വാഭാവികം. യാത്ര കഴിഞ്ഞു വന്ന സുഹൃത്തും കുടുംബവും നന്ദി പറഞ്ഞു ടിറ്റുവിനെ തിരികെ കൊണ്ടുപോയി. അന്നു രാത്രി അയാളുടെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ദീപ ചോദിച്ചു, അച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യോ അച്ഛാ? ആ ചോദ്യത്തിലെ ഔപചാരികത ഒരു മുള്ളായി അയാളുടെ ഉള്ളിൽ പോറി. അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് മകളുടെ നെറുകയിൽ തലോടി അയാൾ ആരാഞ്ഞു, എന്തേ ദീപു? ടിറ്റുവിനെ നമുക്ക് സ്വന്തമായി തരാൻ അച്ഛന്റെ കൂട്ടുകാരനോട് പറയാമോ? അയാൾക്ക് ഉത്തരം പറയാനായില്ല. അത് നടക്കുകയില്ലെന്ന് എങ്ങനെയാണ് ഈ കുഞ്ഞിനോട് പറയുക? ഞാൻ ശരിക്കും നോക്കുമെന്ന് അച്ഛന് ഉറപ്പു കൊടുത്തോളൂ അച്ഛാ എന്നവൾ പിന്നെയും അയാളുടെ നെഞ്ചിൽ തൊട്ടു. പിറ്റേന്നും മകൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോൾ അയാൾ ആ ദൗത്യം ഭാര്യയെ ഏൽപ്പിച്ചു. മോളെ പറഞ്ഞു മനസ്സിലാക്കൂ ഒക്കെ. അന്നു രാത്രി അയാൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു ദീപ. അച്ഛാ, ടിറ്റുവിനെ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അച്ഛൻ വിഷമിക്കണ്ട. എനിക്ക് അതുപോലെ ഒരു കുഞ്ഞു പട്ടിയെ വാങ്ങി തന്നാ മതി. പട്ടികൾക്ക് എന്ത് വില വരുമെന്ന് അയാൾക്കറിഞ്ഞുകൂടായിരുന്നു. 1000മോ 2000മോ അത്രയേ അയാൾ വിചാരിച്ചുള്ളൂ. അത് നുള്ളിപ്പെറുക്കിയാൽ ഉണ്ടാവുമെന്നും അയാൾ കണക്കുകൂട്ടി. ചെന്നപ്പോഴാണ് മകൾക്ക് വേണ്ട ഇനത്തിന് 3000-ന് മുകളിലാണ് വില. ആ മാസത്തെ ഹോം ലോൺ അടവുകൾ, വീട്ടു ചെലവുകൾ ഇവയൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിയപ്പോൾ 1500 രൂപ അധികമായി എടുക്കാനില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. പട്ടിയെ അടുത്ത മാസം മതിയോ മോളെ? അയാൾ ഏതാണ്ടൊരു അപേക്ഷ പോലെ മകളോട് ചോദിച്ചു. അയാൾക്കപ്പോൾ തിരക്കഥ എഴുതാൻ അവസരങ്ങളില്ലായിരുന്നു. അടുത്ത മാസം ആവുമ്പോഴേക്കും ഒരുപക്ഷെ. അങ്ങനെയാണെങ്കിൽ അന്ന് പട്ടിയെ വാങ്ങുക പ്രയാസകരമല്ല. പക്ഷേ ഓരോ മാസവും പട്ടിയെ അടുത്ത മാസം വാങ്ങാം മോളെ എന്ന വാചകം അയാൾക്ക് ആവർത്തിക്കേണ്ടി വന്നു. കാരണം ഒരാളും അയാളുടെ അക്ഷരങ്ങളെ അന്വേഷിച്ചു വന്നില്ല. വീട് തന്നെ നിരങ്ങി നീങ്ങുമ്പോൾ എന്തു പട്ടി? ഓരോ തവണയും തന്റെ ആവശ്യം ആരും കാണാതെ പോകുന്നത് കണ്ട് ദീപ സങ്കടപ്പെട്ടു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവളുടെ ചേച്ചിയുടെയും കണ്ണു നിറച്ചു. പാവം മോൾ, അവൾ ഇപ്പോ ഉറക്കത്തിൽ പോലും പട്ടിയെ സ്വപ്നം കാണുകയാ. ഭാര്യ പറഞ്ഞു. അത് ശരിയാണെന്ന് അയാൾക്കും അറിയാമായിരുന്നു. ദീപ ഈയിടെയായി പുസ്തകങ്ങളിലെ പട്ടിക്കഥകളെ വായിക്കൂ. പത്രത്തിലോ ടിവിയിലോ ഒരു കുഞ്ഞു പട്ടിയെ കണ്ടാൽ അതിനു പിന്നാലെയായി അവൾ. വഴിയരികിൽ വലിയ വീടുകളുടെ ഗേറ്റുകൾക്കുള്ളിൽ പട്ടികളെ കണ്ടാൽ അവൾ സാഹൂതം നോക്കി നിൽക്കും. അവയോട് വർത്തമാനം പറയും, ചിരിക്കും.
പിന്നെ അയാളുടെ കൈ പിടിച്ച് ദയനീയമായി ചോദിക്കും, അച്ഛന് അടുത്ത മാസം അഡ്വാൻസ് കിട്ടുമോ? അവൾക്കുള്ള ഉത്തരം അയാളുടെ പേഴ്സിൽ നിറഞ്ഞതേയില്ല. ഏറ്റവും ഒടുവിൽ ഒരു പുസ്തകശാലയിൽ പോയപ്പോഴാണ് അയാളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു പോയത്. അയാൾ കഥകൾക്കിടയിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. ചില പുസ്തകങ്ങൾ കണ്ട് മോഹിച്ചു. അടുത്ത നിമിഷം വില കണ്ട് തിരികെ വെച്ചു. അങ്ങനെ പൊടുന്നനെ ദീപ ഓടി വന്ന് അയാളുടെ കൈ പിടിച്ചു വലിച്ചു ഒരു റാക്കിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഏറ്റവും താഴെയുള്ള തട്ടിൽ പട്ടികളെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം ചൂണ്ടിക്കാട്ടി ബഹളം വെച്ചു. അച്ഛൻ നോക്ക്. പിന്നെ അവൾ താളുകൾ മറിച്ചു കാട്ടി. ഓരോ താളിലും ഓരോ തരം പട്ടികൾ. ഇത്രയും പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് അവൾ എങ്ങനെ ആ പുസ്തകം കണ്ടെടുത്തു എന്നയാൾ അമ്പരന്നു. ഓരോ ചിത്രം കാട്ടുമ്പോഴും ദീപയുടെ കുഞ്ഞി കണ്ണുകൾ സന്തോഷം കൊണ്ടും വിസ്മയം കൊണ്ടും വലുതാവുന്നത് അയാൾ അറിഞ്ഞു. അന്ന് തിരിച്ചു പോകുമ്പോൾ ഭാര്യയും ദയയും ഒന്നിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും ദീപുവിന് പട്ടിയെ വാങ്ങിക്കൊടുക്കൂ കേട്ടോ. ദീപ അപ്പോൾ അയാളെ നോക്കി ദയനീയമായി ചിരിച്ചു. പിറ്റേന്ന് അയാൾക്കൊരു നിർമ്മാതാവുമായി കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. നഗരത്തിലെ ഒരു ഹോട്ടലിൽ. നിർമ്മാതാവിന് കഥ ഇഷ്ടമായാൽ അഡ്വാൻസ് കിട്ടും. അയാൾക്ക് ഒരു പ്രോജക്റ്റായി. രാത്രി മുഴുവൻ ഇരുന്ന് അയാൾ ഹോംവർക്ക് ചെയ്തു. കഥ പറഞ്ഞു തുടങ്ങേണ്ട രീതി, ഊന്നേണ്ട ഇടം, ക്ലൈമാക്സ് അവതരിപ്പിക്കുമ്പോൾ വരുത്തേണ്ട നാടകീയത. എത്രയോ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള അയാൾ ആദ്യമായി അവസരം തേടുന്ന ഒരു യുവാവിനെ പോലെ സ്വയം കഥ പറഞ്ഞ് പരിശീലിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ കഥയിൽ നിർമ്മാതാവ് ഒരുപാട് തിരുത്തലുകൾ നിർദ്ദേശിച്ചു. കഥാനായകന് അച്ഛൻ വേണ്ട, ഏട്ടനാകാം, അല്ലെങ്കിൽ പ്രമുഖ നായക നടൻ അഭിനയിക്കില്ല, അയാൾക്ക് വൃദ്ധവേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ കഥ തന്നെ മാറിപ്പോവില്ലേ എന്നയാൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ആ നായക നടൻ ഉണ്ടെങ്കിലേ താൻ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് റൈറ്റ് കിട്ടൂ എന്ന് നിർമ്മാതാവ് അയാളെ ഉദ്ബോധിപ്പിച്ചു. സാറ്റലൈറ്റ് റൈറ്റ് കൊണ്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ നിർമ്മാതാവ് എന്തിന് ഈ ചിത്രത്തിൽ എന്നയാൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മകളോട് ഇന്ന് എന്തായാലും പട്ടിയെ വാങ്ങിത്തരാമെന്ന് വാക്കുകൊടുത്തത് അയാൾ ഓർത്തു. പക്ഷേ പിന്നെയും അനേകം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു നിർമ്മാതാവിന്. അയാൾക്ക് മനസ്സിലായി, ഈ സിനിമ എഴുതും മുൻപേ അയാളുടേതല്ലാതാവുകയാണ്. വീണ്ടും പരിചയക്കാർ തന്റെ പിന്നിൽ നിന്ന് ചിരിക്കുന്നത് അയാൾ കണ്ടു. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാതെ അയാൾ ഹോട്ടലിൽ നിന്നിറങ്ങി. ശേഷം എന്തുകൊണ്ടാണ് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പെറ്റ് ഷോപ്പിന് മുന്നിലെത്താൻ പറഞ്ഞതെന്ന് ഇപ്പോഴും അയാൾക്ക് നിശ്ചയമില്ല. എങ്ങനെ കുട്ടികളെ അഭിമുഖീകരിക്കുമെന്നോർത്ത് ബസ്സിലിരുന്ന് അയാൾക്ക് ശ്വാസം മുട്ടി. ഒടുവിൽ അയാൾ ഫോണിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചു നോക്കി. അവർക്കെല്ലാം അയാൾ പണം കൊടുക്കാനുള്ളതാണ്. മോൾക്ക് പട്ടിയെ വാങ്ങാനാണ് 3000 രൂപ കടം എന്ന സത്യം പറയാതിരിക്കാൻ അയാൾക്കായില്ല. സുഹൃത്തുക്കൾ ഓരോരുത്തരും പതുക്കെ ഒഴിഞ്ഞു. അയാൾക്കെന്തോ വിഷമം തോന്നിയില്ല. അയാളത് പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നി. പെറ്റ് ഷോപ്പിന് മുന്നിൽ ഭാര്യയും കുട്ടികളും സന്തോഷത്തോടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ചെന്നപാടെ ദീപ അയാളുടെ കയ്യിൽ പിടിച്ച് നിലാവ് പോലെ ചിരിച്ചു. ആ കൈ വിടുവിച്ച് അയാൾ പറഞ്ഞു, അച്ഛനിന്ന് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിത്തരാനാവില്ല ദീപു. പിന്നെ പകരം ഒരു മുഴുത്ത പട്ടിയെ വാങ്ങിത്തരാം. മുഴുത്ത പട്ടിയെയോ? അതെ. നീ പക്ഷേ എത്ര ദേഷ്യം വന്നാലും വെറുപ്പ് തോന്നിയാലും ആ പട്ടിയെ തല്ലുകയും തൊഴിക്കുകയും ഒന്നും ചെയ്യരുത്. മകൾക്കൊന്നും മനസ്സിലായില്ല. ആ നിമിഷം അയാൾ ആ ആൾത്തിരക്കുള്ള റോഡിൽ 4 കാലിൽ നിന്ന് മകളെ നോക്കി തൊഴുതു, മുൻകാലുകൾ കൊണ്ട്.